കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താ വസു, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് എന്ത് പറഞ്ഞിട്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചേ? അദ്ദേഹത്തിന്റെ മക്കൾക്കൊരമ്മ, എന്റെ ഉണ്ണിക്കൊരു അച്ഛനെ വേണമെന്ന് പറഞ്ഞല്ലേ സമ്മതിപ്പിച്ചത്? അതെ. പിന്നെന്താ? എന്തോ ആചാരമോ രാത്രിത്തെ എന്തോ ചടങ്ങോ എന്തൊക്കെയോ പറയുന്നു. കല്യാണം കഴിഞ്ഞാ അങ്ങനെയൊക്കെയാണ് വസു. എനിക്കത് ഇഷ്ടമല്ല. ഇഷ്ടമില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞൂടാ. എന്താ അമ്മ ഈ പറയുന്നേ? എന്തിനാ ഇപ്പൊ മാറ്റി പറയുന്നേ? വേറെന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ ശബ്ദം കേട്ടപ്പോഴാ പോയ ജീവനൊന്ന് തിരികെ കിട്ടിയത്. എനിക്കുള്ള ജീവനും കൂടെ പോകുന്ന പോലെയുണ്ട്. കുറച്ചു കഴിയുമ്പോ എല്ലാം താനെ ശരിയായിക്കോളും. നിനക്ക് സന്തോഷായിട്ട് സമാധാനത്തോടെ ഇരിക്കാം. അതല്ല അമ്മേ, ഫോണൊന്ന് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തേ. ശരി, നീ കൂടുതലൊന്നും പറയണ്ട. ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കണേ. ഞങ്ങളെ മറക്കല്ലേ. ശരി, വെക്കട്ടെ. അമ്മേ, എന്തിനാ പെട്ടെന്ന് ഫോൺ വെച്ചത്? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? എന്തു പറ്റി സുശീല? ഒന്നുമില്ല, അവൾ അവിടെ സുഖമായിട്ടിരിക്കുന്നു. ഏട്ടനൊന്നും കൊണ്ടും പേടിക്കണ്ട. വസു നിന്നോട് എന്തോ പറഞ്ഞതുപോലെ തോന്നുന്നു. അവളുടെ സ്വഭാവം ഏട്ടൻ അറിയില്ലേ. ഒരു കാര്യവും വേഗം അംഗീകരിക്കില്ല. നമ്മൾ സമ്മതിച്ചു കൊടുത്താ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതാ ഞാൻ ഫോൺ വെച്ചത്. ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? അതേടാ അബി, ആ ചടങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുക. നീ വരണം. നിങ്ങൾ എന്താ വിചാരിച്ചേ? ബാച്ചിലർ പാർട്ടിക്ക് വന്നെന്ന് കരുതി ഞാൻ എല്ലാത്തിനും സമ്മതിക്കുമെന്ന് വിചാരിച്ചോ? ഇതൊന്നും ഏർപ്പാടാക്കിയത് ഞാനല്ല, അമ്മയാ. ആരായിരുന്നാലും എന്താ, ഞാൻ വരത്തില്ല. വീട്ടിലേക്ക് കയറുന്ന ചടങ്ങിന് തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് നിങ്ങൾക്കറിയില്ല. ഇങ്ങോട്ട് നോക്കേട്ടാ, എനിക്കാണെങ്കിലും അവൾക്കാണെങ്കിലും ഇത് ആദ്യത്തെ കല്യാണമല്ല. ഇങ്ങനെയൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കണം. നമുക്ക് വേണ്ടിയല്ല അബി, അഖിലിനും കാർത്തികയ്ക്കും വേണ്ടിയെങ്കിലും നീ ഒന്ന് വാ. അവർക്ക് വേണമെങ്കിൽ ഇതെല്ലാം ചെയ്തോ, പക്ഷെ ഞാനൊന്നിനുമില്ല. എന്താടാ അബി ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ കല്യാണത്തിന് വേണ്ടി അഖിൽ അവന്റെ കല്യാണം മാറ്റി വെച്ചില്ലേ? നിനക്ക് വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തു? അവന് വേണ്ടി നീ ഇതെങ്കിലും ചെയ്യില്ലേ? ഓരോ തവണ ഇത് പറഞ്ഞ് വെറുതെ എന്നെ സമ്മതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണ്ട കേട്ടോ. ഞാൻ വരത്തില്ല, എന്നെ കൊണ്ട് കഴിയില്ല. അബി വരില്ലാന്ന് പറഞ്ഞ എങ്ങനെയാ ഏട്ടാ? ഏട്ടനെ മസ് വെട്ടത്തില്ലെങ്കിൽ പിന്നെ ഈ ചടങ്ങൊക്കെ എങ്ങനെയാ പൂർത്തിയാവുക? ഇപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞതേ ഉള്ളൂ, ഇനി നിന്നോടും പറയുക. ഐ കാൺട്ട് അഖിൽ. എന്ത് ചടങ്ങാണെങ്കിലും അത് നിങ്ങൾ ചെയ്തോളൂ. ദയവ് ചെയ്ത് എന്നെ ഫോഴ്സ് ചെയ്യരുത്. ഏട്ടന് വേണ്ടിയാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഏട്ടനില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? ഇനി എനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ആരും ഒന്നും ചെയ്യണ്ട. എനിക്കത് ഇഷ്ടമല്ല. അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വേണ്ടെന്നാണോ നീ പറയുന്നേ? അവൻ ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്യല്ലേ? ഒന്ന് സമ്മതിക്കേ. വരുന്നില്ലെങ്കിൽ വരണ്ട ഏട്ടാ. അഭിയേട്ടന് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അഭിയേട്ടൻ വരുന്നില്ലെങ്കിൽ പിന്നെ ഇതിനൊന്നിനും ഞാനുമില്ല. ഞാൻ പോയി ഇക്കാര്യം അമ്മയോട് പറഞ്ഞിട്ട് വരാം. ഡാഖിൽ നിൽക്ക്. നിനക്കെന്താ വേണ്ടാത്ത? ഏട്ടന് വേണ്ടാത്ത സന്തോഷം എനിക്ക് വേണ്ട ഏട്ടാ, എനിക്ക് വേണ്ട. തെറ്റാണോടാ? കാർത്തികയെ വിഷമിപ്പിക്കരുത്. പിന്നെ ഏട്ടന് എന്നെ വേദനിപ്പിക്കാലോ.
നിങ്ങളാരും എന്താ എന്റെ അവസ്ഥ മനസ്സിലാക്കുക? നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ പ്രണയസ്വരം കാതോർത്ത നേരം മറുപടിയോ മഴയായി. പ്രണയസ്വരം കാതോർത്ത നേരം മറുപടിയോ മഴയായി. അകലെ കല്യാണം കഴിഞ്ഞ അങ്ങനെയൊക്കെയാ വസു. അലകളെഴുതുമേതേ നിന്റെ ഹീറോ നല്ല റൊമാൻറ്റിക്കാ, അത്ര തന്നെ. സജലം വിവാഹം കഴിഞ്ഞ നിനക്ക് ഒരിക്കലും റെസ്റ്റ് ഉണ്ടാവില്ല. മറ്റു പെണ്ണുങ്ങൾ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത അയാള് വിവാഹത്തിന് ശേഷം നിന്നെ വെറുതെ വിടുവോ? ദിവസവും എത്ര കിസ് തന്നു, എത്ര ഹഗ് തന്നു എന്നൊക്കെ കണക്ക് ബുക്കിൽ നീ ഇരുന്ന് കണക്ക് എഴുതേണ്ടി വരും. ഏട്ടത്തി, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഞാൻ തന്നെ ഇവിടെ ടെൻഷനിലിരിക്കുക, അപ്പോഴാ നീയും കൂടെ. എന്തു പറ്റി ഏട്ടത്തി? അഭിയേട്ട ഏട്ടത്തിയോട് ഫ്രീ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അഖിലിന്റെ എന്റെയും ലവ് മാരേജ് ആണ്. പക്ഷെ ഞങ്ങളെക്കാട്ടിയും കൂടുതലായി ലവ് ചെയ്തത് നിങ്ങളാ. അല്ല, മുഹൂർത്തം അടുത്തുകൊണ്ടിരിക്കുക. പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവരും. ഭാവനെ. ശരി അമ്മേ. റെഡിയായോ? എപ്പോ വന്ന് കൂട്ടിയിട്ട് പോകുന്നു പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാ. വാ പോവാം. വാ. ഒരു മിനിറ്റ് ചേച്ചി. എന്തു പറ്റി വസു? അത് എന്റെ അമ്മ നിങ്ങളെ ആരെങ്കിലും വിളിച്ചിരുന്നോ ചേച്ചി? ഫോൺ ചെയ്ത് നീ ബിസിയാണെന്ന് ഞാൻ പറഞ്ഞേക്കാം. വാ. നിങ്ങൾക്ക് അങ്ങനെയാണോ മനസ്സിലായത്? എന്തിനാ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ കുഴപ്പത്തിലാക്കുന്നത്? വസു, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? വാ. വാ ഏട്ടത്തി, വാ.
അല്ല മോതിരം കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആ മോതിരങ്ങൾ എടുത്ത് കുടത്തിലിട്ടോളൂ. നിക്ക് രണ്ടു കൂട്ടരെയും ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. അതെ, ആ കുടത്തിൽ വിട്ടോളൂ. ഇനി തുടങ്ങിക്കോളൂ. അബി എന്താടാ നോയിക്കൊണ്ടിരിക്കുന്നേ? എടുക്ക്. വസു, എന്താ നോക്കിയിരിക്കുന്നേ? മോതിരം എടുക്ക്. അബി, അഖിലേ, നീ എടുക്കടാ. നമ്മൾ തന്നെ ജയിക്കണം. കാർത്തിക, നീ തന്നെ എടുക്കണം. ഞാനാ ജയിച്ചേ. റിംഗ് എനിക്കാ കിട്ടിയത്. അഖിൽ തോറ്റുപോയി. ഇടി മന്ദബുദ്ധി പെണ്ണേ, എല്ലാ പ്രാവശ്യം നിനക്കാണല്ലോ ധൃതി. നിനക്കിതൊക്കെ പതുക്കെ ചെയ്തൂടെ? അബി, വസു, നിങ്ങളെന്താ എത്ര ലേറ്റ് ആവുന്നത്? വേഗം മോതിരം എടുക്ക്. അബി, കമോൺ അബി. ഇവിടെ അഖില് തോറ്റിരിക്കുക. അവിടെയെങ്കിലും നമുക്ക് ജയിക്കണം. നടക്കില്ല. വസു തന്നെ ജയിക്കും, നോക്കിക്കോ. അതൊന്നും അല്ല, ഞങ്ങളുടെ അബി തന്നെ ജയിക്കും. റിങ് അദ്ദേഹം തന്നെ എടുക്കട്ടെ, അപ്പൊ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. റിങ് വസു തന്നെ എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അബേട്ടാ, വേഗം എടുക്ക. വസു എടുത്തി തന്നെ എടുക്കണം.
എന്താടാ അബി നീയൊന്നും എടുത്തില്ലല്ലോ? ഇനിയും മനസ്സിലായില്ലേ? റിങ് വസുവിന്റെ കയ്യിലെ കിട്ടിയത്. ഹേ, അവിടെ ഏട്ടത്തിയാ ജയിച്ചത്. എടി മന്ദം. എടാ അഖിലേ, ഈ പ്രാവശ്യം നീ തന്നെ ജയിക്കണം. എത്രയും പെട്ടെന്ന് ഈ റിങ് എടുത്തില്ലെങ്കിൽ കുടത്തിനുള്ളിൽ വെച്ച് എന്നെ കൈ ഞെരിക്കുമെന്നാ തോന്നുന്നു. വേഗം റിങ് എടുത്തു കഴിഞ്ഞാൽ ചടങ്ങ് തീരുമല്ലോ. ഒരു മോതിരെടുക്കാൻ ഇത്രയും സമയോ? കുടത്തിൽ വെച്ച് തന്നെ ആദ്യ രാത്രി തുടങ്ങിയവര്. പണ്ട് ഞാനും ഇതുപോലൊക്കെ ചെയ്തതാ. ഞാൻ കുടത്തില് കൈയിട്ടപ്പോ ആ വായി നോക്കി എന്റെ തലയിലാ കൈവച്ചത്. ആ അബി അബി തന്നെ ജയിക്കും. ഇല്ല, വസു തന്നെ ജയിക്കും. ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടും